ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാൾക്ക് എങ്ങനെ മോക്ഷം നേടാൻ കഴിയുമെന്ന അർജുനന്റെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ശ്രീകൃഷ്ണൻ വെളിപ്പെടുത്തുന്ന മഹത്തായ മാർഗങ്ങളിലൊന്നാണ് നിഷ്കാമകർമ്മം. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ കർമ്മങ്ങൾ പരിപൂർണമായി നിർവഹിക്കുക എന്നതാണ് ഇതിൻ്റെ സാരം. ഭഗവത്ഗീതയിലെ ഈ ഉന്നതമായ സന്ദേശം കേൾക്കാൻ എളുപ്പമാണെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ അത് പിന്തുടരാൻ കഠിന പരിശ്രമം ആവശ്യമാണ്. ദൈവം യോനയോട് ആവശ്യപ്പെട്ടത് നിനിവേയിൽ പോയി പ്രസംഗിക്കാനാണ്. എന്നാൽ തൻ്റെ ദൗത്യത്തെക്കാൾ ഉപരിയായി അതിൻ്റെ ഫലത്തെക്കുറിച്ചാണ് യോന വല്ലാതെ ആശങ്കാകുലനായത്. ഞാൻ പ്രസംഗിച്ചാൽ അവർ അനുദപിക്കുമോ? അവർ നശിച്ചു പോകാതിരുന്നാൽ എൻ്റെ വചനം വെറുതെയാകില്ലേ? തുടങ്ങിയ യുക്തിപരമായ ചോദ്യങ്ങൾ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നതിനേക്കാൾ ഫലത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടപ്പോൾ യോന പ്രാർത്ഥിക്കാൻ മറന്നുപോവുകയും നിരാശയുടെ നിലയില്ലാ കയത്തിൽ വീണു പോവുകയും ചെയ്തു. ലക്ഷ്യത്തെക്കാൾ ഉപരിയായി പ്രതിഫലത്തിന് പ്രാധാന്യം നൽകുമ്പോഴാണ് ഇത്തരത്തിൽ ആത്മീയമായ തകർച്ച സംഭവിക്കുന്നത്. മറുഭാഗത്ത് നിനിവേയിലെ ജനങ്ങൾ ദൈവവചനത്തെ യുക്തിയോടെയല്ല മറിച്ച് ഭക്തിയോടെയാണ് സമീപിച്ചത്. യോനായുടെ ആശങ്കകൾക്ക് വിപരീതമായി അവർ ഫലത്തെക്കുറിച്ച് തർക്കിച്ചില്ല. തങ്ങളോട് ആവശ്യപ്പെട്ടതുപോലെ ലളിതമായി അവർ അനുദപിച്ചു. കാനാവിലെ കല്യാണ വിരുന്നിൽ മറിയം നൽകിയ ആഹ്വാനം, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന ലളിതമായ സത്യമാണ് നിനിവേക്കാർ പ്രാവർത്തികമാക്കിയത്. ഫലങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്ത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തോട് സത്യസന്ധത പുലർത്തുക എന്നതായിരുന്നു അവരുടെ വിജയം. പലപ്പോഴും നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും ഭൗതികമായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള വെറും കാര്യസാധ്യ വഴികളായി മാറാറുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ലഭിച്ചാൽ മാത്രം ദൈവത്തോട് നന്ദിയുള്ളവരാകാം എന്നൊരു നിബന്ധന ബോധപൂർവമല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ വളരുന്നു. എന്നാൽ ഫലത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അമിതമായ ആശങ്കകളും കണക്കുകൂട്ടലുകളും നമ്മെ യഥാർത്ഥ ആത്മീയതയുടെ പാതയിൽ നിന്ന് വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അത് വർത്തമാനകാലത്ത് സമാധാനം കെടുത്തുകയും ഭാവിയെക്കുറിച്ച് അനാവശ്യമായ ഭീതി ജനിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പരിമിതമായ യുക്തിക്കപ്പുറത്തുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതികളിൽ വിശ്വാസമർപ്പിക്കുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങളെ കണ്ടെത്താനാകും. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കുമെന്ന് സദൃശ്യവാക്യങ്ങൾ 16:3 പറയുന്നു. ഫലമിച്ഛിക്കാതെ ഭൗമികമായ നേട്ടങ്ങൾ ആഗ്രഹിക്കാതെ നോമ്പും പ്രാർത്ഥനകളും നടത്തുവാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു. അമിതമായി ഭാരപ്പെടാതെ എല്ലാം ദൈവസന്നിധി സമർപ്പിക്കാം. കാരണം പ്രതിഫലം നൽകുന്നത് കർത്താവാണ്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനി